രണ്ട് ഫാമിലി. ഒരു ഫാമിലിയുടെ ഒരു മാസത്തെ വരുമാനം എന്ന് പറയുന്നത് 15,000 രൂപയാണെന്ന് കരുതി. വേറൊരു ഫാമിലി അവരുടെ മന്ത്ലി വരുമാനം 50,000 രൂപയാണ്. ദ ലെവൽ അവർ ജീവിക്കുന്നത് നോക്കുമ്പോൾ വിസിബിൾ ആയ പല ചേഞ്ചസ് കാണാൻ പറ്റുമെങ്കിലും മന്ത്ലിയിൽ ഓരോ ദിവസമുള്ള അവരുടെ ഫിനാൻസ് ട്രാക്ക് ചെയ്ത് അവരുടെ പ്രയോറിറ്റീസ് എന്താണ്, അതിനുവേണ്ടി ഏറ്റവും ബെസ്റ്റായ ചീപ്പായ ഓപ്ഷൻസ് നോക്കാൻ ശ്രമിക്കുന്നത് 15,000 രൂപയുടെ ഫാമിലി ആണെങ്കിലും അവർക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. അപ്പം പലപ്പോഴും 1 lakhോ 2 lakhോ സാലറി കിട്ടുന്ന ആൾക്കാർക്ക് പോലും ഒരു ഹാപ്പിനെസ് ലെവലിൽ ജീവിക്കാൻ പറ്റാത്തത് അവരുടെ ഫിനാൻഷ്യൽസും ഡെയിലി ഉള്ള അവരുടെ എക്സ്പെൻസും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പം ജീവിതത്തിൽ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം നടപ്പിലാക്കാൻ കഴിയുന്നതല്ല, വാട്ട് നോട്ട് ടു ഡു എന്ന് ഡിസൈഡ് ചെയ്യുന്നിടത്തു കൂടിയും എന്താണ് എൻ്റെ പ്രയോറിറ്റി എന്ന് തിരിച്ചറിയുന്നിടത്തുമാണ് ശരിക്കും ഹാപ്പിനെസ് ഉണ്ടാവുന്നത്. സോ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ പ്രയോറിറ്റി അനുസരിച്ച് ആ ഫിനാൻസ് ഫ്ലോ കറക്റ്റ് ചെയ്താൽ തന്നെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും. അതുകൊണ്ട് കുട്ടികളെ വളരെ ചെറുപ്പം മുതൽ ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് ഉറപ്പുവരുത്തണം. ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കേരള ഗവൺമെൻറ് കൊണ്ടുവരുന്ന സ്കീമാണ് സഞ്ചയിക എന്ന് പറയുന്ന സമ്പാദ്യ പദ്ധതി. ആ പദ്ധതിയിൽ ഓരോ ദിവസവും ഓരോ രൂപ വെക്കുമ്പോൾ നമ്മൾ സമ്പാദിക്കുന്നു, നമ്മൾ സേവ് ചെയ്യുന്നു എന്നത് നമ്മൾ അറിയാതെ നമുക്കുള്ളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ബോധമാണ്. ആ ബോധം ഇന്ന് പലർക്കും ഇല്ല. സ്പെൻഡ് ചെയ്യുന്നത് ഹാപ്പിനെസ് ആയിട്ടും സേവ് ചെയ്യുന്നത് മറ്റെന്തോ ആയിട്ടും കാണുന്ന കുട്ടികളാണ് പലപ്പോഴും ഇന്നത്തെ കാലത്തുള്ളത്. അതുകൊണ്ട് ഫിനാൻഷ്യൽ പ്ലാനിങ് എല്ലാവർക്കും കൊടുക്കേണ്ട കമ്പൽസറി ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ മൊഡ്യൂളാണ്.